യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ധന്യ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുത സാക്ഷി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ട്. ബ്രദർ വിക്ടറിനെ പരിചയപ്പെടാൻ ഇടയായത് മുതൽ ബ്രദർ പറയുന്ന പ്രാർത്ഥനകളെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. 8 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ട് എനിക്ക് 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ദൈവം നിന്ന് അനുഗ്രഹിച്ചു. ട്വിൻസ് കുഞ്ഞുങ്ങളായിരുന്നു. ഡെലിവറിയുടെ സമയം വരെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എന്നാലും ദൈവനെ നടത്തി 36 ആഴ്ച ആയപ്പോഴത്തേനുമാണ് എനിക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. കാരണം പ്രിമേച്ചർ കൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ വെയിറ്റൊക്കെ കുറഞ്ഞുണ്ടായ ഒരു കുഞ്ഞുങ്ങളായിരുന്നു. 1.6ഉം 1.8ഉം ഉണ്ടായിരുന്നുള്ളവർ ഡിസ്ചാർജ് ആകുന്ന സമയത്ത്. പക്ഷെ ശരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇവിടെ കുഞ്ഞുങ്ങളെ ICUയിൽ വെക്കേണ്ടതാണ്. പക്ഷെ ദൈവകൃപയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കതൊന്നും വെക്കേണ്ടി വന്നില്ല. അവരാരോഗ്യത്തോടു കൂടി ഡിസ്ചാർജ് ആക്കി 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ പറ്റി. പിന്നീട് അത് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് മൂത്ത ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇളയ ആൾക്ക് ചെറിയൊരു അംബ്ലിക്കൽ ഹെർണിയയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു. ഞാൻ അപ്പം തന്നെ ബ്രദറിനെ വിളിച്ചു. ബ്രദർ എന്ത് ചെയ്യും? ബ്രദർ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കേണ്ട, പ്രാർത്ഥന കൈവിടാതിരിക്കുക, എല്ലാ ദിവസവും മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ഏപ്രിൽ 10 എൻ്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാളായിരുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ അത് മാറുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. 1 വർഷമായി ഇപ്പം. കുഞ്ഞുങ്ങളുടെ മുഖത്തെ ആ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സമാധാനം എനിക്ക് തോന്നും. കാരണം ബ്രദർ പറഞ്ഞ പ്രാർത്ഥന വഴികളെല്ലാം ഞാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവൾക്ക് പൂർണ്ണമായിട്ടും അംബ്ലിക്കൽ ഹെർണിയയുടെ ഒരു ലക്ഷണം പോലും ഇല്ലാതെ അത് മാറി. ദൈവമേ, ദൈവം എന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചാൽ ഞാൻ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. ദൈവമേ, 1000 കോടി നന്ദി പറയുന്നു. ആവേ മരിയ മിനിസ്ട്രിയിൽ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും അവരൊത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ബ്രദർ എല്ലാ ദിവസവും തന്നെ മെസ്സേജ് ഇടാറുണ്ട്. നീ ഇന്നതുപോലെ ചെയ്യണം, ഇതുപോലെ പ്രാർത്ഥന എത്തിക്കണം, മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലണം, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, വിശ്വാസം കൈവിടരുത്. ഞാനത് അങ്ങനെ തന്നെ ബ്രദറിന് മിക്കപ്പോഴും ഞാൻ മെസ്സേജ് ഇടാൻ മറന്നു പോകും. കാരണം എനിക്ക് ഓരോ സാഹചര്യങ്ങളുടെ ഡ്യൂട്ടിയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ആയപ്പം ചിലപ്പോൾ സമയം കിട്ടാറില്ല. ഞാൻ പറയും, ബ്രദറെ ഞാൻ മെസ്സേജ് അയക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല. ബ്രദർ പേടിക്കേണ്ട, എല്ലാ ദിവസവും ഞാൻ നിന്നെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. അതുകൊണ്ട് നീ ഇതെല്ലാം പ്രാർത്ഥന ഒന്നും കൈവിടരുത്, തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ധൈര്യം തന്നുകൊണ്ടേയിരിക്കും. ബ്രദറിന് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഇത്രയും എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം തന്നതിന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ആവേ മരിയ മിനിസ്ട്രിയോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധിയേറെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ചതിന് ദൈവമേ, അങ്ങയോട് 1000 കോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി.